നടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് വാഗ്ദത്തം ചെയ്ത ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കയാൽ സ്തോത്രം. കർത്താവെ, അവിടുത്തെ കൽപ്പന അനുസരിച്ച് ലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം പ്രസംഗിക്കുവാനുള്ള നിയോഗം കർത്താവെ ഞങ്ങൾ ശിരസ വഹിച്ചുകൊണ്ട് ഈ പ്രദേശത്തും സുവിശേഷത്തിന്റെ സാക്ഷികളായി നിൽക്കുന്നു. കർത്താവെ, ഈ രാത്രിയിൽ ദൈവത്തിന്റെ വിലയേറിയ സന്ദേശം ഈ സമൂഹത്തോട് പ്രസംഗിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, നിന്റെ ദാസന് വചനം കൊടുക്കുവാൻ തിരുമേനിക്ക് പ്രസാദം തോന്നണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, വചനം കേൾക്കുന്നവരവരുടെ ഹൃദയത്തിലെ കുത്തുകൊള്ളുവാൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചുമുള്ളതായിരിക്കുന്ന ചിന്ത അവരുടെ ഹൃദയത്തിൽ ഉളവാകുവാനും അനേകരെ രക്ഷിക്കപ്പെട്ട് ദൈവഭാഗത്തേക്ക് മടങ്ങി വരുവാനും ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഭയം ലോകത്തെ ഭരിക്കുന്ന നാളുകളിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കർത്താവെ, അത് എത്രയോ വാസ്തവമാണ്. ഈ യുഗം അവസാനിക്കും, ഞങ്ങളുടെ കർത്താവ് മടങ്ങി വരും. കർത്താവെ, അതിന്റെ ദിവസങ്ങളെയൊക്കെ ഞങ്ങൾ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. ആകയാൽ ധൃതിയിൽ ഈ സുവിശേഷത്തിന്റെ സാക്ഷ്യം ഞങ്ങൾ ഈ ലോകത്തോട് പ്രസംഗിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗം അനേക ഹൃദയങ്ങളിലെ രൂപാന്തരത്തിന് കാരണമാക്കി തീർക്കണമെന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഇത്രത്തോളം ജനത്തെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കയാൽ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തിരുവെഴുത്തവരുടെ ഹൃദയങ്ങളിൽ ശരിയായ നിലയെ പ്രകാശിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശബ്ദത്തെയും വെളിച്ചത്തെയും കർത്താവ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളെയും സ്വർഗത്തിലെ ദൈവമേ അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് തന്നെ എല്ലാം തിരുനാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി എടുത്തുപയോഗിക്കുമാറാകണമെന്ന് ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. സകലവിധമായിരിക്കുന്ന നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണം. മഹത്വമെല്ലാം തിരുമേനി എടുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. ഞങ്ങൾക്കായി ജീവനെ വെച്ച ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പത്തനാപുരത്ത് കിടന്ന ബഹുമാനപ്പെട്ട KG ചാക്കോ സാറൂടെ സ്റ്റേജിൽ വന്നിരിക്കണമെന്ന് പ്ലീസ്. ചാക്കോ സാർ. നാളത്തെ യോഗത്തിന്റെ ക്രമീകരണം കൂടി പ്രസ്താവിച്ചുകൊള്ളട്ടെ. നാളെ രാവിലെ സൺഡേ സ്കൂൾ ബാലസംഘം വാർഷികം 10 to 12:30 PM ചെമ്മത്തൂർ സഭാ ഹാളിൽ വെച്ചുണ്ട്. 5 മണിക്ക് കടന്നു വരുന്ന സഹോദരന്മാർ പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്നു. ഇവിടെ ഗാനങ്ങൾ ആലപിക്കുന്നു ഞങ്ങളുടെ സഭയിലെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. നാളെ വചനം ഘോഷിക്കുന്നതിന് ക്ഷണിക്കപ്പെട്ട് സുവിശേഷൻ ജോൺ കുര്യനാണ്. അദ്ദേഹം ക്ഷേമമായിട്ട് കടന്നു വന്ന് വചനം ഘോഷിക്കുന്നതിന് കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രിയ സഹോദര സഹോദരിമാരെ, നമ്മുടെ ഈ കൂടിയൂരിൻ്റെ 3-ാം ദിവസത്തിലേക്ക് കർത്താവ് നമ്മൾ കൂട്ടിക്കൊണ്ടുവന്നു. കഴിഞ്ഞ 3 ദിവസം കർത്തൃദാസന്മാർക്ക് വചനം കൊടുത്തു. ശക്തിയായി സുവിശേഷം ഇവിടെ നിന്ന് ഘോഷിക്കുന്നതിന് കർത്താവ് സഹായിച്ചു. ഇന്ന് നമ്മൾ വളരെ ആഗ്രഹത്തോട് കടന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കണം. ദൈവവചനം കേൾക്കണം. വിശ്വാസികൾ മാനസാന്തരപ്പെടണം. പാപികൾ മാനസാന്തരപ്പെടണം. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭമാക്കണമെന്നുള്ള ആഗ്രഹമാണ് ഈ പ്രയത്നത്തിൻ്റെ എല്ലാം പിൻപിലുള്ളത്. നമുക്കിങ്ങനെ സൗകര്യമായിട്ടിരിക്കത്തക്ക ഒരു ക്രമീകരണം നോക്കുകയും കർത്താവ് ഉയരത്തിലെ പിതാവ് ദാനമായിട്ട് നൽകി. അതോർത്ത് സ്തോത്രം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എന്നോട് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥന കൂടി നാം ഏവരും ഇരിക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ഇന്നത്തെ വചനകേൾവി നമുക്ക് അനുഗ്രഹമായി തീരും. നാം വന്നപോലെയല്ല, അനുഗ്രഹിക്കപ്പെട്ടവരായി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇവിടുന്ന് കടന്നു പോകാൻ നമുക്കിടയാകും. മുൻപിൽ സീറ്റ് വേക്കൻ്റായിട്ടുള്ളൂ. അത് കഴിഞ്ഞതും ഓക്കുപേ ചെയ്താൽ നന്നായിരിക്കും. ഇനി വരുന്നവർക്ക് പുറകിൽ ഇരിക്കാമല്ലോ. ഇന്നത്തെ വചനഘോഷണം നേരത്തെ പ്രസ്താവിച്ച പോലെ കർത്താവിൻ്റെ ദാസൻ ചാണ്ടപ്പിള്ളയാണ് നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും പല സ്ഥലങ്ങളിലും കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷിയായി താൻ കടന്നുപോയി ഫലകരമായ പ്രവർത്തനം താനിൽ കൂടി ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെ ഞങ്ങളുടെ ക്ഷണം അനുസരിച്ച് അദ്ദേഹം കടന്നു വന്നു. അദ്ദേഹമായിരിക്കും നമ്മോട് വചനം സംസാരിക്കുന്നത്. 8:15 മണി വരെ അല്ലെങ്കിൽ 8:30 തന്നെ നമുക്ക് സമാപനം ഉണ്ടാകണം. ആ നിലയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. ഇപ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്തൃദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു.
വർഷങ്ങളായി നടന്നുപോരുന്ന ചെമ്മന്തൂർ ബ്രദറൻ സഭയുടെ ആഭിമുഖ്യത്തിലുള്ള ഈ 93ാമത്തെ കൺവെൻഷനിൽ മൂന്നാമത്തെ രാത്രിയായ ഇന്ന് ദൈവവചനം ശുശ്രൂഷിക്കേണ്ടതിന് എന്നെ ക്ഷണിക്കുവാനും അതിനുള്ള അവസരം ഒരുക്കി തരുവാനും താൽപര്യം കാണിച്ച സഭയോടും സഭയുടെ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്ന ദൈവദാസന്മാരോടും ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞാൻ പ്രാരംഭമായി അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ രാത്രിയിൽ ദൈവവചന പ്രഘോഷണം ശ്രവിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ വേലയിൽ അധ്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർക്കും അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭയിലെ വിശ്വാസികൾക്കും യോഗത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ചുറ്റുപാടുകളിൽ നിന്ന് സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒപ്പം ഈ മൈക്കിന്റെ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന ബഹുമാന്യരായ ഈ നാട്ടിലെ എല്ലാ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായി ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കുവാനുള്ള അവസരം ലഭിച്ചു. ഗായക സംഘത്തോടൊപ്പം നാം വളരെ സന്തോഷിച്ച് ദൈവത്തിന് പാട്ടുപാടുകയായിരുന്നു. അല്പസമയം വചനത്തിന്റെ മുൻപിൽ നാം ഇരിക്കുന്നു. ഇവിടെ പ്രസ്താവിച്ചതുപോലെ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ നമുക്കിരിക്കാം. ദൈവാത്മാവിന് പറയാനുള്ളത് നമുക്ക് വളരെ ശാന്തമായി കേൾക്കാം. ദൈവവചനത്തിന്റെ സമൃദ്ധി അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഭവനങ്ങളിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. ദൈവം അതിനുള്ള എല്ലാ അന്തരീക്ഷവും അവിടുത്തെ ആത്മാവിനാൽ നമുക്കൊരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇന്ന് രാത്രിയിലെ ആലോചനയ്ക്കായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള വേദഭാഗം നമുക്ക് വായിക്കാം, ശ്രദ്ധിക്കാം. രണ്ടാം അധ്യായം 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. 1-ാം അധ്യായം. അറിവില്ലേ വായിക്കാൻ? പിറ്റേന്നാൾ കടന്നു നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ 2 ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നുവെന്ന് ചോദിച്ചു. അവർ റബ്ബി എന്നുവെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട് വന്ന് കാണിൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10-ാം മണി നേരം ആയിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട് ഞങ്ങൾ മശീഹയെ എന്നുവെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോൻ ആകുന്നു, നിനക്ക് കേഫ എന്നു പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. ഈ വായിച്ചു കേട്ട വേദഭാഗം ദൈവ
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അനുഗ്രഹപ്രദമാക്കി തീർക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം വിവിധ നിലകളിലുള്ള കണ്ടെത്തലുകളെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന ഒരധ്യായമാണ്. വിശേഷാൽ അതിന്റെ 29-ാം വാക്യം മുതൽ ഏതാണ്ട് 50 വരെയുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ വ്യത്യസ്ത നിലകളിലുള്ള ആൾക്കാർ യേശുക്രിസ്തുവിനെ കണ്ടെത്തുന്നതായും അവർ പരസ്പരം കണ്ടെത്തുന്നതായും തുടങ്ങിയിരിക്കുന്ന കണ്ടെത്തലുകളുടെ ഒരു വിവരണമാണ് 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വേദപഠിതാക്കൾ ഈ അധ്യായത്തിന് കണ്ടെത്തലുകളുടെ അധ്യായം എന്നും പേര് നൽകിയിട്ടുണ്ട്. കണ്ടെത്തലുകളുടെ അധ്യായം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ 1-ാം അധ്യായം നമ്മുടെ ധ്യാനത്തിനും പഠനത്തിനും വിധേയമാക്കുന്നു എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മെ കർമ്മോന്മുഖരാക്കുന്ന അനുഗ്രഹീതമായ പഠനങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് ലഭിക്കും എന്നതിന് സംശയമില്ല. നാം വായിച്ച ഈ ദീർഘമായ വേദഭാഗത്ത് വളരെ ശ്രദ്ധേയമായ 4 കണ്ടെത്തലുകളുടെ ഒരു വിവരണമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ 4 കണ്ടെത്തലുകളും അതിന്റെ വിവരണങ്ങളും ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഓർപ്പിക്കുവാനായിട്ടാണ് ഈ രാത്രിയിൽ എനിക്ക് താൽപര്യമുള്ളത്. കഴിഞ്ഞ രാത്രിയിൽ ദൈവദാസന്മാർ മുഖാന്തരമായി കഴിഞ്ഞ 2 രാത്രികളിലും ആവശ്യമായ ദൈവിക ആലോചന ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നതിനും സംശയമില്ല. ഗിലെയാദിലെ വൈദ്യനെ സംബന്ധിച്ചും നല്ല ശമരിയാക്കാരനെ സംബന്ധിച്ചുമുള്ള വളരെ ആത്മീയ സമ്പുഷ്ടമായ ഒരു വിവരണം ദൈവദാസന്മാർ ദൈവാത്മാവിൽ ഇവിടെ നൽകിയത് കൂടി വന്ന ജനത്തിനും ശബ്ദപരിധിക്കുള്ളിൽ ശ്രവിച്ച ജനത്തിനും അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. ഈ 3-ാം രാത്രിയിൽ അതിനോട് ബന്ധപ്പെട്ടും ആ വേദഭാഗത്തു നിന്ന് അല്പം വ്യത്യസ്തമായ നിലകളിലും ഈ ഭാഗത്തെ അധീകരിച്ചുകൊണ്ട് ചില വാക്കുകൾ ഓർപ്പിക്കണം എന്ന് എനിക്ക് താൽപര്യമുണ്ട്. ഞാൻ ഓർപ്പിച്ചതുപോലെ വളരെ അനുഗ്രഹീതമായ 4 കണ്ടെത്തലുകളെ സംബന്ധിച്ച് 35 മുതൽ 42 വരെയുള്ള വേദവാക്യങ്ങളിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 4 കണ്ടെത്തലുകളിൽ ഒന്ന് 41-ാം വാക്യത്തിലാണ് ക്രിസ്തുവിനെ കണ്ടെത്തി എന്നവിടെ പറയുന്നു. ക്രിസ്തുവിനെ കണ്ടെത്തുക. രണ്ടാമത്തെ കണ്ടെത്തലിനെ സംബന്ധിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തു വസിക്കുന്ന ഇടം കണ്ടെത്തുന്നതായിട്ടാണ്. മറ്റൊരു കണ്ടെത്തൽ ക്രിസ്തുവിനെ കണ്ടെത്തിയവരെ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. 4-ാമത്തെ കണ്ടെത്തൽ അവർ പരസ്പരം കണ്ടെത്തുകയാണ്. അങ്ങനെ ക്രിസ്തുവിനെ കണ്ടെത്തുന്നു, ക്രിസ്തു മനുഷ്യരെ കണ്ടെത്തുന്നു, മനുഷ്യർ ക്രിസ്തു വസിക്കുന്ന ഇടം കണ്ടെത്തുന്നു, അവർ പരസ്പരം കണ്ടെത്തുന്നു. അങ്ങനെ ഞാൻ ഓർപ്പിച്ചതുപോലെ അനുഗ്രഹീതമായ 4 കണ്ടെത്തലുകളെ സംബന്ധിച്ച് ഈ വിശുദ്ധ യോഹന്നാൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അതിലൊന്നാമത്തെ കണ്ടെത്തലിലേക്ക് നമുക്ക് കടന്നുവരാം. കണ്ടെത്തലുകളുടെ ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. മനുഷ്യൻ ഇന്ന് സാംസ്കാരികമായും സാമ്പത്തികമായും ശാസ്ത്രീയമായും വിദ്യാഭ്യാസപരമായും നിരവധി മേഖലകളിൽ ഉന്നതമായ കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളതും
കണ്ടെത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു യുഗത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. അതെല്ലാം വളരെ നല്ലത് തന്നെ, അതെല്ലാം തന്നെ ആവശ്യമുള്ളതുമാണ്. എന്നാൽ ഇതൊക്കെ കണ്ടെത്തുമ്പോൾ തന്നെ കണ്ടെത്തേണ്ടതിനെ കണ്ടെത്താതെ പരാജയപ്പെടുന്ന മനുഷ്യനെയാണ് ഈ യുഗത്തിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഈ ലോകത്തിൽ നാം ഉദ്ദേശിക്കുന്ന പലതും കണ്ടെത്തുവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്തുന്നെങ്കിൽ നാം എത്രയോ ധന്യരാണ്, എത്രയോ അനുഗ്രഹീതരാണ് എന്നുള്ളത് നാം വിസ്മരിച്ചു പോകരുത്. ഒന്നാമത്തെ കണ്ടെത്തലിലേക്ക് ഞാൻ ഓർപ്പിച്ചതുപോലെ 41-ാം വാക്യത്തിൽ അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശീഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ക്രിസ്തുവിനെ കണ്ടെത്തുന്ന വ്യക്തികൾ ആരാണ്? ഈ വ്യക്തികളെന്ന് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്ത്രയാസും യോഹന്നാനുമാണ്. യോഹന്നാന്റെ പേര് ഇവിടെ പരാമർശിച്ചിട്ടില്ല. അത് യോഹന്നാന്റെ ഒരു പ്രത്യേകതയാണ്. അദ്ദേഹത്തിന്റെ സുവിശേഷങ്ങളിലോ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലോ അത്ര കാര്യമായി മറ്റെഴുത്തുകാർ അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പോലെ പറയുന്നില്ല എന്നുള്ളത് യോഹന്നാന്റെ ഒരു പ്രത്യേകതയാണ്. യോഹന്നാനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് വളരെ രസകരമായിട്ടാണ്. ഒന്ന്, യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് യോഹന്നാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞിരുന്നവൻ എന്ന് യോഹന്നാനെ പരിചയപ്പെടുത്തുന്നുണ്ട്. വേറൊരു പരിചയപ്പെടുത്തൽ മറ്റേ ശിഷ്യൻ എന്നാണ്. അവിടെയെങ്ങും യോഹന്നാന്റെ പേര് വ്യക്തമായി വെളിപ്പെടുത്തുന്നതായി നാം കാണുന്നില്ല. പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഒരു സഹോദരൻ ഇത്ര രൂപ നൽകി എന്ന് ചിലർ പറയുന്നത് പോലെയാണ് യോഹന്നാന്റെ കാര്യം. പേര് വെളിപ്പെടുത്താതെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ഒരു ഭംഗവും വരുത്താതെ വ്യക്തമായി ദൈവത്തിനായി എഴുതുകയും പ്രയോജനപ്പെടുകയും ചെയ്ത അനുഗ്രഹീതനായ ദൈവദാസനാണ് യോഹന്നാൻ. ഈ കാലഘട്ടത്തിൽ പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യോഹന്നാൻ ഒരു നല്ല മാതൃകയായിട്ടിരിക്കുന്നു എന്നുള്ളതും നാം വിസ്മരിച്ചുകൂടാ. അങ്ങനെ അന്ത്രയാസും യോഹന്നാനും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരായിരുന്നു എന്ന് ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഇതേ അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത് ഇവർ കേട്ടതാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നു നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന്. അല്പം കൂടെ കഴിഞ്ഞതിന് ശേഷം ആ 35-ാം വാക്യത്തിൽ പറയുമ്പോൾ കടന്നുപോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞു. ഈ ശബ്ദം യോഹന്നാൻ സ്നാപകന്റെ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാരുടെ കർണപുടങ്ങളിൽ ആഞ്ഞടിച്ചതാണെങ്കിലും അത് ഉൾക്കൊണ്ടത് ആരംഭമായി ഇവർ രണ്ടുപേരുമാണ്, അന്ത്രയാസും യോഹന്നാനും. അവരെ ക്രിസ്തുവിനെ കണ്ടെത്തുകയാണ് ചെയ്തത്. ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ഓർപ്പിക്കാം. ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഇവരെ സഹായിച്ചത് യോഹന്നാൻ സ്നാപകനാണ്. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിന്റെ പിന്നാമ്പുറത്തേക്ക് കടന്നാൽ നമുക്കൊക്കെ ക്രിസ്തുവിനെ കാണുവാൻ സഹായിച്ചിട്ടുള്ള പല വ്യക്തികളെയും നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട്. അവരെ നമ്മൾ ഒരളവിൽ മറക്കാൻ പാടില്ല. അതിന് ശക്തമായൊരു നിർദ്ദേശം എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങളോട് വചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ എന്നാണ്. ഇന്ന് കാലങ്ങൾ കഴിയുമ്പോൾ ആത്മീയ കഴിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ പലരും
അവരെ ആത്മീയ വഴിയിലേക്ക് നടത്തിയവരെ മറന്നുകളയുന്ന ഒരു നന്ദികേട് ഇന്ന് അനേകരിലുമുണ്ട്. ഞാന് എന്റെ അനുഭവത്തിൽ ഓർക്കുന്ന ഒരു സംഭവം, പേരും സ്ഥലവും ഒന്നും വ്യക്തമായി പറയുന്നില്ല. കാരണം നിങ്ങളൊക്കെ ചുഴഞ്ഞെടുക്കുവാൻ വളരെ മിടുക്കരാണ്. ഞാന് ദീർഘവർഷങ്ങൾ ഒരു സ്ഥലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, ഒരു ഏരിയയിൽ. അതിലൊരു പ്രത്യേക സ്ഥലത്ത് പ്രവർത്തിക്കാൻ ചെന്നു. പട്ടത്വ സഭകളുടെ അതിപ്രസരമുള്ള ഒരു സ്ഥലം, വേർപെട്ട ദൈവദാസന്മാരാരും കടന്നു എന്ന് പ്രവർത്തിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലം. ആ സ്ഥലത്ത് കഴിച്ചും കഴിക്കാതെയും കുടിച്ചും കുടിക്കാതെയുമൊക്കെ അധ്വാനിച്ച് ഒരാൾ മുന്നോട്ട് വന്നു. ആ ആള് മുന്നോട്ട് വന്നു. ഇന്നാള് സുവിശേഷകനാണ്, പ്രവർത്തിക്കുന്നയാളാണ്. കഴിഞ്ഞ ദിവസം ആരോടോ പറഞ്ഞു എന്ന് കേട്ടു, ഞാനും ചാണ്ടപ്പിള്ളയും ഒന്നിച്ചു വേലയ്ക്കിറങ്ങിയവരാണെന്ന്. ഇങ്ങനെ പറയുന്നവരും നമ്മുടെ മധ്യത്തിൽ ഇല്ലാതില്ല. അതവിടെ കിടക്കട്ടെ. ഇവിടെ പാടിയതുപോലെ പ്രതിഫലം തന്നിടുവാൻ വരുന്ന കർത്താവ് സകലവും അറിയുന്നല്ലോ എന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ക്രിസ്തുവിങ്കിലേക്ക് നമ്മെ നടത്തിയവരെ, ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ നമ്മെ സഹായിച്ചവരെ നാം ഒരു നാളും മറക്കാൻ പാടില്ല. അവരുടെ പ്രവൃത്തികളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഉത്തരവാദിത്തപ്പെട്ടവരും കടപ്പെട്ടവരുമാണ് ഞാനും നിങ്ങളുമെന്ന് ഓർത്ത് മുൻപോട്ട് പോകണം. ഇവിടെ ഇതാ യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഇവരെ സഹായിക്കുന്നു. യോഹന്നാൻ സ്നാപകനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടെ പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതായത് ഇവര് കഴിഞ്ഞ കാലമൊക്കെയും യോഹന്നാൻ സ്നാപകനോട് കൂടെ നടന്നവരാണ്. എന്നാൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ ദീർഘകാലത്തെ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ അടുക്കലേക്ക് ഇവർ പോകുന്നത് കണ്ടപ്പോൾ യോഹന്നാൻ സ്നാപകന് ഒരു ബുദ്ധിമുട്ടും വന്നില്ല. ഇവര് കടന്നു പോകുന്നതിൽ, വേർപെട്ടു പോകുന്നതിൽ, തന്നെ വിട്ടു പോകുന്നതിൽ യോഹന്നാൻ സ്നാപകന് ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ യോഹന്നാന്മാർക്ക് തങ്ങളെ വിട്ട് ക്രിസ്തുവിങ്കിലേക്ക് ആരെങ്കിലും പോയാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള യോഹന്നാന്മാർക്കെല്ലാം ഈ യോഹന്നാൻ സ്നാപകൻ ഒരു മാതൃകയായിട്ടിരിക്കുന്നു. ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഇവരെ സഹായിച്ച വ്യക്തി. അങ്ങനെ യോഹന്നാൻ സ്നാപകന്റെ വാക്കുകളാൽ ഇവർ ക്രിസ്തുവിനെ കണ്ടെത്തി. ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ നിന്ന് ഓർപ്പിക്കാം. ആരെങ്കിലും പ്രസംഗിക്കാതെ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് നമ്മുടെ മധ്യത്തിൽ അതിവിശുദ്ധന്മാരും അതിആത്മീയരുമായ ചിലർ പറയുന്നത് പ്രസംഗമല്ല ഇപ്പം വേണ്ടത്. എന്നാൽ നസറേയനായ യേശുവിനെ തെറ്റുപറ്റിയിരിക്കുകയാണ്. നസറേയനായ യേശു പറഞ്ഞത് പ്രസംഗിക്കാനാണ് ആദ്യം പറഞ്ഞത്. പ്രസംഗവും പ്രസംഗത്തിന് തക്ക ജീവിതവും. ഇവര് പറയുന്നത് പ്രസംഗം വേണ്ട, ജീവിതം മാത്രം മതിയെന്നാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത് നാം വിശേഷ ശ്രദ്ധിക്കണം. അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? ആരും പ്രസംഗിക്കാതെ എങ്ങനെ കേൾക്കും? കേൾവി, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവിന്റെ വചനത്തിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക്, ഒരു പാപിക്ക് ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ആ നിസ്തുല്യമായ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ത്രയാസിനും യോഹന്നാൻ എന്ന് പറയുന്ന ഈ അപ്പോസ്തോലനും ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ട് ശീമോൻ പത്രോസിന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, ഞങ്ങൾ മശീഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. കണ്ടെത്തിയിരിക്കുന്നു എന്ന പദത്തിൽ അന്തർലീനമായിരിക്കുന്ന ആശയം എത്ര വലുതാണ്. കണ്ടെത്തിയിരിക്കുന്നു എന്നവർ പറയുമ്പോൾ ഒരു വലിയ തൃപ്തിയുടെ വാക്കാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. നിരവധി സ്വർണ്ണ ഖനികൾ കണ്ടെത്തിയതിനേക്കാൾ വലിയൊരു കണ്ടെത്തലാണ് അവരിവിടെ നടത്തിയത് എന്ന് ഇവരുടെ പ്രയോഗത്തിലൂടെ വെളിപ്പെടുന്നുണ്ട്. അതെ, ലോകത്തിൽ കണ്ടെത്താവുന്നതിൽ ഏറ്റവും വലിയ കണ്ടെത്തല്
ക്രിസ്തുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. മറിച്ച് ക്രിസ്തുവിനെ കണ്ടെത്താതെ ലോകത്തിൽ മറ്റെന്തെല്ലാം കണ്ടെത്തിയാലും യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെ കണ്ടെത്തിയ ഒരു നിർവൃതി, ക്രിസ്തുവിനെ കണ്ടെത്തിയ ഒരു ചാരിതാർത്ഥ്യം, ക്രിസ്തുവിനെ കണ്ടെത്തിയ ഒരു കൃതാർത്ഥത, ക്രിസ്തുവിനെ കണ്ടെത്തിയ ഒരു സംതൃപ്തി അവരുടെ ജീവിതത്തിലുണ്ട്. അതിൽ നിന്നാണ് ഈ ശീമോൻ പത്രോസിന്റെ അടുക്കൽ ചെന്ന് പറയുന്നത്, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തി എന്നുള്ളത്. ക്രിസ്തുവിനെ കണ്ടെത്തിയ ജീവിതം എത്ര ധന്യമേറിയതാണ്! ക്രിസ്തുവിനെ കണ്ടെത്തിയ കണ്ണുകൾ എത്ര ഭാഗ്യമുള്ളതാണ്! പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ കണ്ടെത്തിയാൽ അതുകൊണ്ട് സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ തിരുവെഴുത്തിലുണ്ട്. ഒന്ന്, അവിടെ തൃപ്തിയുണ്ടായിരിക്കും. ഇന്ന് മനുഷ്യനെ സംബന്ധിച്ച് വീണ്ടും പോലെ തൃപ്തിയില്ല. എത്ര നേടിയാലും തൃപ്തിയില്ലാത്ത ഒരു ഹൃദയം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കന്നട്ടയ്ക്ക് തരിക തരിക എന്ന് 2 പുത്രിമാരുണ്ട്. കന്നട്ട പ്രസവിച്ചു 2 പിള്ളേരെ, പേരൊന്ന്, ട്വിൻസാണ്, പേരൊന്ന്, തരിക തരിക. ഇത് മനുഷ്യന്റെ ഒരവസ്ഥയാണ്. എത്ര നേടിയാലും, എത്ര സമ്പാദിച്ചാലും, എത്ര വാരിക്കൂട്ടിയാലും വീണ്ടും കൂട്ടുവാൻ, നേടുവാൻ, സ്വരൂപിക്കുവാൻ എന്തോ ഒരു വലിയ തൃഷ്ണയാണ് മനുഷ്യനെ സംബന്ധിച്ചുള്ളത്. കാരണം അവന്റെ ജീവിതത്തിൽ തൃപ്തി അടയുവാൻ അവന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതല്ലേ യേശുക്രിസ്തു ശമരിയാക്കാരിത്തിയോട് പറഞ്ഞത്, ഈ വെള്ളം കുടിക്കുന്നവന് എപ്പോഴും ദാഹിക്കുമെന്നാണ്. അതെ, ലോകത്തിൽ എന്തെല്ലാം നേടുവാൻ ആഗ്രഹിച്ചാലും അത് നേടുന്തോറും അവന്റെ അസംതൃപ്തിക്ക് ഒരതിര് വരുന്നില്ല, ഒരറുതി വരുന്നില്ല. വീണ്ടും അവന്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നു, ദാഹിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രിയിൽ ക്രിസ്തുവിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന തൃപ്തി എത്ര വലുതാണ്! ആ വലിയ തൃപ്തി അനുഭവിച്ചവരാണ് ഇവിടെ വിളിച്ചു പറയുന്നത്, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന്. തൃപ്തിയടയാതിരിക്കുന്ന ഹൃദയങ്ങൾ, അസ്വസ്ഥമായ ഹൃദയങ്ങൾ ഈ ഓഡിറ്റോറിയത്തിനകത്ത്, പുറത്ത് ഈ വാക്കുകളെ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരോട് വളരെ വ്യക്തമായി പറയട്ടെ, ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഹൃദയം തൃപ്തിയുള്ളതായിരിക്കട്ടെ, നിങ്ങളുടെ ഹൃദയം സ്വസ്ഥതയുള്ളതായി വരട്ടെ. അത് സാധിക്കണമെങ്കിൽ യോഹന്നാൻ അപ്പോസ്തലൻ, അന്ത്രയാസ്, ഇവിടെ ഇരിക്കുന്ന അനേക ദൈവമക്കൾ കണ്ടെത്തിയ ക്രിസ്തുവിനെ ഇന്ന് രാത്രി കണ്ടെത്തേണ്ടത് വളരെ ആവശ്യമാണ്. അങ്ങനെയുള്ളവർക്ക് പറയാൻ കഴിയും, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന്. ക്രിസ്തുവിനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അടുത്ത നേട്ടമെന്ന് പറയുന്നത് സമാധാനമാണ്. സമാധാനം. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 27 മുതലുള്ള വേദവാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്താവിന്റെ ക്രിസ്തുവിനെ കാണാതെ മരിക്കുകയില്ല എന്ന് ദൈവത്തിങ്കൽ നിന്ന് അരുളപ്പാട് ലഭിച്ച വയോധികനായ ശിശുവുമായി ശീലകളിൽ പൊതിയപ്പെട്ട വരുന്നത്. അങ്ങനെ ദൈവാലയത്തിലേക്ക് മറിയയും യോസേഫും യേശുവെന്ന ശിശുവുമായി വന്നപ്പോൾ ശിമിയോന്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഇടപെട്ടു. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാ, അവൻ ആത്മനിയോഗത്താൽ അകത്ത് എന്ന് ശിശുവിനെ തന്റെ കയ്യിൽ വാങ്ങി എന്നാണ്. മറിയയുടെ കരത്തിലിരുന്ന ആ ശിശുവിനെ വാർദ്ധക്യത്തിന്റെ ചുളുക്കം ബാധിച്ച തന്റെ കരങ്ങളിലേക്ക് വഹിച്ചുകൊണ്ട് ശിമിയോൻ പറഞ്ഞ വാക്കിങ്ങനെയാണ്, ഇപ്പോൾ നാഥ സമാധാനത്തോടെ ക്രിസ്തുവിനെ കണ്ടെത്തിയാൽ ആ ജീവിതം തൃപ്തിയടയുമെന്ന് മാത്രമല്ല, ആ ജീവിതം സമാധാനമുള്ള ഒരു ജീവിതമായിരിക്കും. അവിടെ എന്താണ് സമാധാനം? ഞാൻ ഇന്ന് രാത്രിയിൽ ഇങ്ങനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ അവിടുത്തെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുകയുണ്ടായി, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്നാണ്. ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് മാത്രമല്ല, തന്നേച്ചു പോകുന്നു എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? സമാധാനം ഞാൻ തന്നേച്ചു പോകുന്നു. എങ്ങോട്ടാ പോകുന്നത്? പലരും മനസ്സിലാക്കുന്നത് സ്വർഗത്തിലോട്ട് പോയി എന്ന് അല്ല. യേശുക്രിസ്തു ഇത് പറഞ്ഞേച്ചു പോയത് കുരിശിലേക്കാണ് പോയത്, കുരിശിക്കപ്പെടാനായിട്ടാണ് പോയത്, കഷ്ടാനുഭവങ്ങൾ അനുഭവിക്കുവാനായിട്ടാണ് പോയത്.
ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നൽകുന്ന സമാധാനത്തിന് പ്രത്യേകത എന്ന് പറയുന്നത് ക്രൂശിന്റെ അനുഭവത്തിലും അനുഭവിക്കുവാൻ കഴിയുന്ന സമാധാനം, കഷ്ടങ്ങളുടെ നടുവിലും അനുഭവിക്കുവാൻ കഴിയുന്ന സമാധാനം. ഇതാരാണ് തരുന്നത്? ഏതെങ്കിലും മതങ്ങൾ ഇത് നൽകുമോ? മത നേതാക്കന്മാര് തരുമോ? രാഷ്ട്രീയം നമുക്ക് തരുമോ? ലോകത്തിൽ ആരും തന്നെ ഈ വക സമാധാനം ആർക്കും തന്നെ നൽകുന്നില്ല. ഇന്ന് മനുഷ്യന് ആവശ്യം ഈ വിധത്തിലുള്ള സമാധാനമാണ്. മനുഷ്യന് കൊടുക്കുന്ന സമാധാനത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാ: അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് നാശം ഭവിച്ചിരിക്കുന്നു എന്നാണ്. ലോകം മനുഷ്യന് നൽകുന്ന സമാധാനം ഈ വിധത്തിലുള്ള സമാധാനമാണ്. എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, കഷ്ടനഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ക്രൂശിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, തിങ്ങി വിങ്ങുന്ന വേദനകളുമായി കടന്നു പോകുമ്പോൾ, ഒറ്റപ്പെട്ട അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിനുള്ളിലേക്കും കടന്നു വരുന്ന അനുഗ്രഹീതമായ സമാധാനമാണ് യേശുക്രിസ്തുവിന്റെ സമാധാനം. ദൈവത്തിനു സ്തോത്രം. അത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനമാണ്. അത് ലഭിക്കുന്നത് എപ്പോഴാണ്? ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോഴാണ്. ക്രിസ്തുവിനെ കണ്ടെത്തിയാലുള്ള മറ്റൊരു നേട്ടം കൂടെ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. ക്രിസ്തുവിനെ കണ്ടെത്തിയാൽ മരണത്തിനായി ഒരുക്കപ്പെടുമെന്നുള്ളതാണ്. മരണത്തിനായിട്ട് ഒരുക്കപ്പെടുകയാണ്. അത് ശിമിയോന്റെ വാക്കുകളിൽ വ്യക്തമാകുന്നുണ്ട്. എന്താണ് വ്യക്തമാകുന്നത്? ശിമിയോന് പ്രത്യേകമായ ഒരരുളപ്പാട് ദൈവത്തിങ്കൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. എന്താണ് ആ അരുളപ്പാട്? കർത്താവിന്റെ ക്രിസ്തുവിനെ കാണാതെ മരിക്കുകയില്ല എന്നുള്ളതാണ് ദൈവത്തിങ്കൽ നിന്നുള്ള അരുളപ്പാട്. കേൾക്കണം. ആ കർത്താവിന്റെ ക്രിസ്തുവിനെ കണ്ടു. ക്രിസ്തുവിനെ കാണുക മാത്രമല്ല, ക്രിസ്തുവിനെ തന്റെ വാർദ്ധക്യത്തിന്റെ ചുളുക്കം ബാധിച്ച വിറയാർന്ന കരത്തിലേക്ക് എടുക്കുകയുണ്ടായി. ആ ക്രിസ്തുവിനെ കൺകുളിർക്കെ കണ്ടു. ആ ക്രിസ്തുവിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് അമർത്തി ഒരുപക്ഷെ ചുംബനം കൊടുത്തു കാണും. ആ നിർവൃതിയിൽ അദ്ദേഹം പറയുകയാണ്, ഞാൻ റെഡി, പോകാൻ ഒരുങ്ങിയിരിക്കുന്നുവെന്ന്. ഇന്ന് രാത്രി ഞാനൊരു വസ്തുത പറയാം. ഒരു വ്യക്തിയെ മരണത്തിനായിട്ട് ഒരുക്കുന്നത് യേശുക്രിസ്തുവിനെ കണ്ടെത്തുമ്പോഴാണ്. അതുവരെയും മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവന് വിഭ്രാന്തിയാണ്, അവൻ ഭയപരവശനായി മാറുകയാണ്. ഞാനിവിടെ പുരാണങ്ങളും ചരിത്രങ്ങളും ഒന്നും വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഭക്തനായ കൊച്ചുഞ്ഞുപദേശിയെ മരണത്തിന്റെ തണുത്ത കരം ഇങ്ങനെ നീട്ടുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് എല്ലാവർക്കും വളരെ പരിചിതമാണ്. ഓ, ഇതാണോ മരണം? ഇത് മരണമല്ല എന്ന് അദ്ദേഹം വിളിച്ചോടുകയുണ്ടായി. എന്നാൽ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന നാസ്തികനായൊരു മനുഷ്യൻ വാൾട്ടയർ, അദ്ദേഹം ശയ്യാലംബരായി മരണത്തോട് മല്ലടിച്ച് യൂറോപ്പിലെ ഒരു ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ട് കിടക്കക്കരികെ നിന്ന ആ നേഴ്സ് പറഞ്ഞ വാക്കിങ്ങനെയാണ്: യൂറോപ്പിലെ സകല സുഖ സൗകര്യങ്ങളും എനിക്ക് തരാമെന്ന് വാഗ്ദത്തം ചെയ്താലും ഒരു നാസ്തികന്റെ മരണക്കിടക്കയിൽ ശുശ്രൂഷിക്കുവാൻ ഞാൻ തയ്യാറുള്ളവളല്ല എന്നവൾ വിളിച്ചു പറയുകയുണ്ടായി. എന്താ കാര്യം? ക്രിസ്തുവിനെ കാണാതെ മരിക്കുന്നവരുടെ മരണം അത് വളരെ ഭയാനകമായിരിക്കും, അത് വളരെ വിഭ്രാന്തിയുള്ളതായിരിക്കും. എന്നാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയ ഒരു ക്രിസ്തുഭക്തന്റെ മരണം അത് സമാധാനത്തോടുകൂടിയ മരണമായിരിക്കും. എന്റെ അനുഭവത്തിൽ ഞാൻ ഓർത്തു പോകുന്ന ഒരു സംഭവമുണ്ട്. എന്റെ ഭാര്യയുടെ വീട്ടിൽ 9 മക്കളുണ്ട്. ഇന്നത്തെ പോലൊന്നുമല്ല, 9 മക്കളുണ്ട്. 7 പെണ്ണും 2 ആണും. എന്റെ ഭാര്യ മൊത്തത്തിൽ കൂട്ടിയാൽ 7ാമത്തവളാണ്. അവളുടെ മൂത്ത ജ്യേഷ്ഠത്തി ഇപ്പോൾ ഇല്ല, രംഗത്തില്ല, മരിച്ചുപോയി. ഈ മൂത്ത ജ്യേഷ്ഠത്തി അവര് 22 വയസ്സ് കഴിഞ്ഞപ്പോൾ വിധവയായി. 2-3 കുഞ്ഞുങ്ങളുണ്ട്. ഈ 3 കുഞ്ഞുങ്ങളെയും ദൈവഭയത്തിൽ വളർത്തി വളരെ സാക്ഷ്യത്തോടുകൂടെ ജീവിച്ചു മരിച്ച് 2ാം കല്യാണത്തിനൊന്നും ആ സ്ത്രീ പോയില്ല. അങ്ങനെ സാക്ഷ്യത്തോടുകൂടെ ജീവിച്ച് 50-55 വയസ്സ് കഴിഞ്ഞപ്പോൾ അവർക്ക് ക്യാൻസർ രോഗം പിടിപെട്ടു. അടുത്തുള്ള ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ വയറുവേദന ഗ്യാസിന്റേതാണെന്ന് പറഞ്ഞ് കുറെ മരുന്നുകൾ കൊടുത്തു. അവിടെ തന്നെ ചികിത്സിച്ച് ഈ രോഗം അങ്ങ് മൂർച്ഛിച്ചു. ഒടുവിൽ
തിരുവല്ല മെഡിക്കൽ മിഷനിലേക്ക് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴാണ് മനസ്സിലായത് ക്യാൻസറാണ്, ഇനി ഒന്നും നടക്കുകയില്ല, ഓപ്പറേഷൻ ഒന്നും നടക്കുകയില്ല. എന്തിനധികം പറയുന്നു, തിരുവനന്തപുരത്ത് കൊണ്ടുപോയി ചികിത്സ നടത്തി, ഏതാണ്ട് കീമോ ഒക്കെ കൊടുത്തു, ചുരുക്കത്തിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നു. എല്ലാവരും എപ്പോഴും കാണാനും പ്രാർത്ഥിക്കാനും അവർക്ക് ചുറ്റുമുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഏതാണ്ട് മരണത്തോടടുക്കുന്നു എന്ന് ബോധ്യമായപ്പോൾ അവരുടെ സഹോദരന്മാര്, അവരുടെ സഹോദരി ഭർത്താക്കന്മാരെല്ലാം ഒന്നിച്ച് ഈ കിടക്കയ്ക്ക് ചുറ്റും നിന്നു. ആ സഭയിലെ വിശ്വാസികളും ഒന്നിച്ച് ചുറ്റും നിന്നു. എന്നിട്ട് മൂത്ത മകനെ മുതൽ വിളിക്കാൻ തുടങ്ങി. അടുത്തു വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ എന്നോട് ക്ഷമിക്കണം, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ മകനെ വിളിച്ചു, ഏറ്റവും ഒടുവിൽ ഇളയ മകളെ വിളിച്ചു, ബാക്കി സഹോദരങ്ങളെ വിളിച്ചു. ഞാനിതെല്ലാം കണ്ണു നിറയെ കണ്ടുകൊണ്ടിരിക്കുക. ഒടുവിലായിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു പാട്ട് പാടണം. അവര് പെന്തക്കോസ്തുകാരാ. പാടണമെന്ന് പറഞ്ഞപ്പോൾ പാട്ടുപുസ്തകം തപ്പാൻ നമ്മെ പോലെ പോയില്ല, പെട്ടെന്ന് ഒരു പാട്ടൊക്കെ പാടി. ഇവര് തന്നെ ചോദിച്ചു, ഏത് പാട്ട് പാടണം? ഈ ജ്യേഷ്ഠത്തി പാട്ടിന്റെ പേര് പറഞ്ഞു, ആ പാട്ടുപാടി. ഇവരും പാടി. ഏതാണ്ട് ഈ ഭൂമിയിൽ നിന്ന് യാത്ര പോകുന്ന സമയത്ത് ഞാൻ എന്റെ കണ്ണിൽ കണ്ടത്, അവരിങ്ങനെ കാണിച്ചു, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. എത്ര വലിയ സമാധാനം! പ്രസംഗകയല്ല, ബൈബിൾ ടീച്ചറല്ല, ഒരു സാധാരണ വിശ്വാസി, ഒരു ചെറിയ ഗ്രാമത്തിൽ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു സാധാരണ വിശ്വാസി ക്രിസ്തുവിനെ കണ്ടെത്തിയതിന്റെ ഫലമല്ലയോ അവിടെ കാണുന്നത്? ഇന്ന് രാത്രിയിൽ മരണത്തെക്കുറിച്ച് ഭയവികലരായി കഴിയുന്ന ജീവനങ്ങൾ ഈ ഓഡിറ്റോറിയത്തിലും ഇതിന്റെ പരിസരങ്ങളിലുമായി ഈ വാക്കുകളെ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഞാൻ അവരോട് വ്യക്തമായി പറയട്ടെ, ക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ മരണത്തിന് ഒരുക്കപ്പെട്ടു കഴിഞ്ഞു. ഒത്തിരി കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് വരുന്നു, അതൊക്കെ വിവരിക്കുവാൻ എന്റെ മുൻപാകെ സമയമില്ലല്ലോ. ഞാനിവിടെ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇവർ പറയുന്നു, ഞാൻ ക്രിസ്തുവിനെ കണ്ടെത്തി. അടുത്തത്, എങ്ങനെയുള്ളവനെയാണ് ഇവർ കണ്ടെത്തിയത്? സാധാരണ ആരെയെങ്കിലും കണ്ടെത്തുന്നത് പോലെയാണോ ഇവർ ഈ വ്യക്തിയെ കണ്ടെത്തിയത്? കണ്ടെത്തിയ വ്യക്തിയുടെ മഹാത്മ്യം എന്താണ്? കണ്ടെത്തിയ വ്യക്തിയുടെ വിശേഷത എന്താണ്? കണ്ടെത്തിയ വ്യക്തിയുടെ നിസ്തുല്യത എന്താണ്? അതെല്ലാം ഇവിടെ പറയുന്നുണ്ട് ഈ അധ്യായത്തിൽ. എങ്ങനെയുള്ളവനെയാണ് ഇവർ കണ്ടെത്തിയത്? 41 വാക്യം വായിക്കുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് 2 പ്രയോഗങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. കേൾക്കുക, വേദപുസ്തകം നോക്കുക. ഒന്ന്, മശീഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്, ക്രിസ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ കണ്ടെത്തിയത് ആരെയാണ്? മശീഹായെയാണ് കണ്ടെത്തിയത്, ക്രിസ്തുവിനെയാണ് കണ്ടെത്തിയത്. മശീഹ എന്നുള്ളത് എബ്രായ വാക്കാണ്, ക്രിസ്തു എന്നുള്ളത് ഗ്രീക്ക് വാക്കാണ്. ഇത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു പ്രയോഗമാണ്. ഇന്ന് രാത്രിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവർ കണ്ടെത്തിയത് എങ്ങനെയുള്ളവനെയാണ്? ദൈവത്തെയാണ് കണ്ടെത്തിയത്. ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, ആരൊക്കെ ദൈവത്തെ കണ്ടെത്താൻ ആഗ്രഹിച്ചോ അവരൊക്കെ വന്നുപെട്ടത് യേശുവിന്റെ പാദപീഠത്തിലാണ്. തർസോസുകാരനായ ശൗലിന്റെ മുൻപുള്ള ജീവിതത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാ, ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു എന്നാണ്. ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നിട്ടും അവന് ദൈവത്തെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. എന്നാൽ സുവിശേഷത്തെയും സുവിശേഷം പ്രസംഗിക്കുന്നവരെയും ക്രിസ്തുമാർഗത്തെയും മുച്ചൂടും മുടിച്ചു കളയുവാൻ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രവും വാങ്ങി യാത്ര ചെയ്യുമ്പോൾ ദമസ്കോസിന്റെ പടിവാതുക്കൽ വെച്ച് സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചം അവന് ചുറ്റുമിന്നുകയും അവിടെ വെച്ച് ക്രിസ്തുവുമായി ബന്ധപ്പെടുവാനുള്ള അവസരം അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിന് മാറ്റം സംഭവിച്ചു. ജീവിതത്തിന് രൂപാന്തരം സംഭവിച്ചതുപോലെ കാഴ്ചപ്പാടിനും മാറ്റം സംഭവിച്ചു. എന്തായിരുന്നു കാഴ്ചപ്പാട്? അതുവരെ നസ്രയത്തിലെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശുവിനെ കണ്ടെത്തിയെങ്കിൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ക്രിസ്തുവുമായി ബന്ധപ്പെട്ടപ്പോൾ ആ കണ്ടെത്തലുകളുടെ ഭാഷ്യത്തിന് ഒരു വ്യത്യാസമുണ്ടായി. എന്താണ് ആ വ്യത്യാസം? തുടർന്ന് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, റോമാലേഖനം 9 അധ്യായം 5 വാക്യം. അവിടെ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ അദ്ദേഹം പറയുന്നത്, അവൻ സർവത്തിനു മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനെന്നാണ്. സർവത്തിനു മീതെ ദൈവം
നോക്കുക, അതുവരെ ക്രിസ്തുവിനെ കുറിച്ച് അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല. യേശു ക്രിസ്തുവിനെ കേവലം ഒരു മനുഷ്യനെന്നും കേവലം ഒരു നസ്രായനെന്നും ഒക്കെ പറഞ്ഞ് യോസേഫിന്റെ മകൻ, മറിയയുടെ മകൻ, യോസേ, യൂദ, യാക്കോബ് എന്നിവയുടെ ജ്യേഷ്ഠ സഹോദരൻ എന്നൊക്കെ പറഞ്ഞ് തള്ളിയ പൗലോസ് ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കണ്ടെത്തേണ്ടവനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇതുവരെ വിചാരിച്ചതുപോലെയല്ല, അവിടുന്ന് സർവ്വത്തിനും മീതെ ദൈവമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിലും അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, മഹാദൈവവും നമ്മുടെ രക്ഷിതാവും. ഈ രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, മനുഷ്യന് ദൈവത്തെ കാണണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ദൈവത്തെ കണ്ടെത്തുവാൻ മനുഷ്യൻ സമയം ചെലവഴിക്കുന്നു, പണം ചെലവഴിക്കുന്നു, ആരോഗ്യം ചെലവഴിക്കുന്നു. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തെ കണ്ടെത്തുവാൻ ആരോഗ്യവും പണവും സമയവും ചെലവഴിക്കേണ്ട. ദൈവം നിന്റെ സമീപത്തുണ്ട്. ദൈവത്തെ ഇപ്പോൾ കണ്ടെത്തുക. അതാണ് തിരുവെടുത്ത് പറയുന്നത്. ദൈവത്തെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ കണ്ടെത്തുക എന്നുള്ളതാണ്. യേശുക്രിസ്തു ദൈവമാണ്. എങ്ങനെയുള്ളവനെയാണ് കണ്ടെത്തിയത്? ദൈവത്തെയാണ് കണ്ടെത്തിയത്. പെസഹായുടെ ദിവസം അത്താഴ സമയത്ത് യേശുവിന്റെ നെഞ്ചോട് ചാഞ്ഞിരുന്ന് സ്നേഹത്തിന്റെ ആ ഊഷ്മളത അനുഭവിച്ചറിഞ്ഞ യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതി, അവിടുന്ന് സത്യദൈവവും നിത്യജീവനുമാണ്. അവിടുന്ന് മഹാദൈവമാണ്, സർവത്തിനുമീതെ ദൈവമാണ്, സത്യദൈവമാണ്. അങ്ങനെയുള്ളവനെയാണ് ഇവർ കണ്ടെത്തിയത്. ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. ഇനിയും എങ്ങനെയുള്ളവനെയാണ് കണ്ടെത്തിയത്? അതിന്റെ 45-ാം വാക്യത്തിലേക്ക് വരാം. 1-ാം അധ്യായം. അവിടെ എഴുതിയിരിക്കുന്നത്, ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ്. എങ്ങനെയുള്ളവനെയാണ് ഇവർ കണ്ടെത്തിയത്? രണ്ടാമത് പറയുന്നു, മോശയും പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നവനെ കണ്ടെത്തിയെന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? യേശുക്രിസ്തു ലോകത്തിൽ ജനിക്കുന്നതിന് മുൻപ് ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച്, അവിടുത്തെ ജീവിതത്തെക്കുറിച്ച്, അവിടുത്തെ പഠിപ്പിക്കലുകളെ കുറിച്ച്, അവിടുത്തെ മരണത്തെക്കുറിച്ച്, അവിടുത്തെ ഉയർപ്പിനെ കുറിച്ച് പ്രവാചകന്മാർ മുൻപുകൂട്ടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 44-ാം വാക്യത്തിൽ യേശുക്രിസ്തു അവിടുത്തെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെക്കുറിച്ച് മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നു എന്നാണ്. ഇങ്ങനെ അവതരിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം വേറെ എവിടെയുള്ളൂ? യേശുക്രിസ്തു ലോകത്തിൽ ജനിക്കുന്നതിന് 500, 750, 1000, 2000, 3000 വർഷങ്ങൾക്ക് മുൻപ് ദീർഘദർശികളായ പ്രവാചകന്മാർ യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചനാത്മാവിൽ രേഖപ്പെടുത്തുകയുണ്ടായി. അവരെ ആരെ കുറിച്ച് എഴുതിയോ അവനെയാണ് കണ്ടെത്തിയത് എന്ന് ഫിലിപ്പോസ് നഥനയേലിനോട് പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്തുകളിൻ പ്രകാരം ലോകത്തിൽ ജനിച്ച് ജീവിച്ചു മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റവനാണ് ഈ കർത്താവായ യേശുക്രിസ്തു. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ നാം എന്താ വായിക്കുന്നത്? ക്രിസ്തുവും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവിടെയെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുവെഴുത്തുകളിൻ പ്രകാരം. ഇന്ന് രാത്രി പറയട്ടെ, എങ്ങനെയുള്ളവനെയാണ് ഇവർ കണ്ടെത്തിയത്? തിരുവെഴുത്തുകളിൻ പ്രകാരം ലോകത്തിൽ വന്നവനെയാണ് ഇവർ കണ്ടെത്തിയത്. അതാണ് ആ കണ്ടെത്തലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 40-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ പ്രവചനാത്മാവിൽ കാണുന്നുണ്ടല്ലോ, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകളെ പൂർത്തീകരിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് ജനിച്ചത്. അങ്ങനെയുള്ളവനെയാണ് ഇവർ കണ്ടെത്തിയത്. മൂന്നാമത് എങ്ങനെയുള്ളവനെയാണ് കണ്ടെത്തിയത്? അതിന്റെ 36-ാമത്തെ വാക്യം നോക്കിയാട്ട്. 36-ാം വാക്യം, കടന്നുപോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. 1, ദൈവമായവനെ കണ്ടെത്തി. 2, ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തി. 3,
ദൈവകുഞ്ഞാടായവനെ കണ്ടെത്തി. ദൈവകുഞ്ഞാട് സാധാരണ നാം കേൾക്കുന്ന ഒരു പ്രയോഗമാണ് ദൈവകുഞ്ഞാട് എന്നുള്ളത്. ഇത് കൂടുതലും കേൾക്കുന്നത് കല്യാണ സമയമാണ്. കല്യാണ സമയങ്ങളിലൊക്കെ ഉപദേശിമാര് പ്രസംഗത്തിൽ കല്യാണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. ഞാൻ പലപ്പോഴും ഞാൻ അങ്ങനെ പറയുമ്പോൾ അതിന്റെ വിശദാംശം പറഞ്ഞിട്ട് ആ വാക്യം പറയാറുള്ളൂ. കാരണം എന്താന്ന് ചോദിച്ചാൽ ആ സമൂഹത്തിൽ വ്യത്യസ്തരായ ആൾക്കാരാണ് വന്നിരിക്കുന്നത്. വേദപുസ്തകവുമായി ബന്ധമില്ലാത്ത അക്രൈസ്തവരും പലരും വന്നിട്ടുണ്ട്. ഇയാളീ മൈക്കിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കുഞ്ഞാടിന്റെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ എടാ ഇതൊരു പ്രത്യേക ഇനമാണല്ലോ എന്നവൻ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഈ പൊതുയോഗങ്ങളിൽ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ അവോയ്ഡ് ചെയ്യും. പറയാൻ ഞാൻ സന്നദ്ധനാണെങ്കിൽ അതിന്റെ വിശദീകരണം കൂടെ കൊടുക്കും. ഞാൻ എന്തിനാ ഇത് ഓർപ്പിച്ചത്? ക്രിസ്തുവിന് നൽകിയിരിക്കുന്ന പേരുകളിൽ ഒരു പേരാണ് ദൈവകുഞ്ഞാട് എന്നുള്ളത്. ദൈവകുഞ്ഞാട്. എന്തുകൊണ്ടാണ് ഈ ദൈവകുഞ്ഞാടെന്ന് പറയുന്നത്? നാം തിരുവെഴുത്ത് പഠിക്കുമ്പോൾ കേൾക്കുക, യോഹന്നാൻ 2 or 3 പ്രാവശ്യം യേശുവിനെ നോക്കിയിട്ട് ദൈവകുഞ്ഞാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും അറിയാവുന്നവരോടാണ് പറഞ്ഞത്. എന്തറിയാവുന്നവര്? ആടുകളെ അറിയാവുന്നവര്, കുഞ്ഞാടുകളെ അറിയാവുന്നവര്, ആ ആടുകളെ യാഗം കഴിച്ചുകൊണ്ടിരിക്കുന്നവരോടാണ് യോഹന്നാൻ ഈ വാക്ക് പറയുന്നത്. അവർക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടില്ല. അവരുടെ ദൈവാലയത്തിന്റെ പ്രാകാരത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന യാഗപീഠത്തിന്റെ മേൽ രാവും പകലും പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിനായി ആടുകളെയും ആട്ടുകൊറ്റങ്ങളെയും യാഗം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് ഇത് വിളിച്ചു പറയുമ്പോൾ ഇവർക്കിത് മനസ്സിലാകും. ദൈവകുഞ്ഞാട് എന്താണ് അതിന്റെ അർത്ഥം? മാനവജാതിക്കു വേണ്ടി, അവരുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി യാഗമായി തീർന്ന വ്യക്തി എന്ന നിലയിൽ യേശുവിനെ ദൈവകുഞ്ഞാട് എന്നിവിടെ അവതരിപ്പിച്ചിരിക്കുകയാ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ മോരിയാമലയിലേക്ക് കൊണ്ടുപോകുകയാണ്. അങ്ങനെ മോരിയാമലയുടെ കയറ്റം കയറുകയാ. ഒരുപക്ഷെ ഇസഹാക്ക് മുൻപിലും അബ്രഹാം പിൻപിലുമായി. അബ്രഹാമിന്റെ കയ്യിൽ കത്തിയുണ്ട്, അബ്രഹാമിന്റെ കയ്യിലെ തീയുണ്ട്, ഇസഹാക്കിന്റെ ചുമലിൽ വിറകുണ്ട്. ഇസഹാക്ക് അല്പം കൂടെ നടന്നു തിരിഞ്ഞ് ആ പിതാവിനോടൊരു ചോദ്യം ചോദിച്ചു. അപ്പാ എന്ന് വിളിച്ചിട്ട്, എന്താകുന്നു മകനെ? അപ്പാ, യാഗമൃഗത്തെ തോലുരിച്ച് കഷണം കഷണമായി നുറുക്കാനുള്ള കത്തി എന്റെ അപ്പന്റെ കയ്യിലുണ്ട്. യാഗമൃഗത്തെ ദഹിപ്പിക്കാനുള്ള തീയും എന്റെ അപ്പന്റെ കയ്യിലുണ്ട്. യാഗമൃഗത്തെ കടത്തുവാനുള്ള വിറക് എന്റെ കൈവശമുണ്ട്. അപ്പാ മറന്നുപോയോ? യാഗത്തിനുള്ള മൃഗം എവിടെ? അബ്രഹാം കൊടുത്ത മറുപടി, മകനെ, യഹോവ കരുതിക്കൊള്ളുമെന്നാണ്. കാലങ്ങൾ കഴിഞ്ഞു, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു. ഇതാ യോഹന്നാൻ യഹോവ കരുതിയ ദൈവകുഞ്ഞാടിനെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. എങ്ങനെയുള്ളവനെയാണ് കണ്ടത്? മാനവജാതിയുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കാൽവരിയിലെ കൊലമരത്തിൽ യാഗമായി തീർന്ന ആ ദൈവ കുഞ്ഞാടിനെ അവർ കണ്ടെത്തുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ പാപങ്ങൾക്ക് പരിഹാരത്തിനായി വേറെ മാർഗമില്ല. എബ്രായ ലേഖനകർത്താവ് ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇനിയുമേൽ പാപങ്ങൾക്ക് പരിഹാരത്തിനായി ഒരു യാഗം ശേഷിക്കുന്നില്ല. ക്രിസ്തു കഴിച്ച ഏകയാഗത്താൽ എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എങ്ങനെയുള്ളവനെ കണ്ടെത്തി? ദൈവകുഞ്ഞാടായവനെ അവർ കണ്ടെത്തി. ഏറ്റവും ഒടുവിലായി എങ്ങനെയുള്ളവനെയാണ് കണ്ടെത്തിയത്? 45-ാം വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 45-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ വാചകമൊന്ന് ശ്രദ്ധിച്ചാട്ട്, അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. അവരാരെയാണ് കണ്ടെത്തിയത്? നോക്കുക. ഒന്ന്, ദൈവത്തെയാണ് കണ്ടെത്തിയത്. 2, തിരുവെഴുത്തുകളിൻ പ്രകാരം ഈ ലോകത്തിലേക്ക് വന്നവനെയാണ് അവർ കണ്ടെത്തിയത്. 3, മാനവജാതിയുടെ പാപങ്ങൾക്ക് പരിഹാരത്തിനു വേണ്ടി യാഗമർപ്പിക്കപ്പെടുന്ന ദൈവകുഞ്ഞാടിനെയാണ് അവർ കണ്ടെത്തിയത്.
നാലാമത് യേശുവിനെയാണ് അവർ കണ്ടെത്തിയത്. യേശുവെന്ന വാക്ക് പഴയ നിയമത്തിൽ യോശുവ എന്ന പേരിൽ നിന്ന് വന്നതാണ്. പഴയ നിയമത്തിൽ യോശുവ എന്നും പുതിയ നിയമത്തിൽ യേശുവെന്നും പറയുന്നു. യേശുവെന്ന് പറഞ്ഞാലും യോശുവ എന്ന് പറഞ്ഞാലും അർത്ഥമൊന്നു തന്നെയാണ്. യഹോവ രക്ഷിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ യേശുവെന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവൻ, രക്ഷിതാവ് എന്നാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുള്ളവനെയാണ് ഇവർ കണ്ടെത്തിയത്? രക്ഷിതാവിനെയാണ് ഇവർ കണ്ടെത്തിയത്. സ്തോത്രം! അതെത്ര വലിയ കണ്ടെത്തല! ദാ കിടക്കുന്നു. ഡിസംബർ 25 വരാൻ പോവുകയാ. ഈ പഴയ കൂട്ടും പാട്ടും ഒക്കെ തുടങ്ങി. കൂട്ടും പാട്ടും നാളെ ഇതുവരെയും നിലവിലില്ലാത്ത പുതിയ ടീമുകളെയൊക്കെ രൂപീകരിക്കും. പുതിയ ടീമുകളൊക്കെ ഈ 10-15 വയസ്സുള്ള പിള്ളേര് ഓരോ നവജീവോദയം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പേര് കൊടുത്ത് ഇറക്കും. ക്ലബ്ബ്, ഓരോ ക്ലബ്ബ്. ക്രിസ്തുമസ് പാട്ട് പൈസ വിരിക്കാൻ വേണ്ടി. എന്നിട്ട് ഇവന്മാര് വെളുപ്പാങ്കാലത്ത് എല്ലാം കൂടെ വീരിച്ചെടുത്തോണ്ട് പോകും മിഠായി വാങ്ങിക്കാൻ. പാട്ടും കൊട്ടുമായിട്ടൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. ക്രിസ്തുവിന്റെ ജനനത്തെ വിളിച്ചോതുന്ന നക്ഷത്ര വിളക്കുകൾ അവിടെയും ഇവിടെയും ഒക്കെ തൂങ്ങപ്പെട്ടു. ഇന്ന് രാത്രിയിൽ ഈ ദേശത്തോട് ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ചിലരോടെങ്കിലുമൊക്കെ ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. എത്രയോ വർഷങ്ങളായി ഡിസംബർ 25 ക്രിസ്തുമസ് ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് ഈ ക്രിസ്തുമസിന്റെ ആശയം, അതിന്റെ ദൂത്, അതിന്റെ സന്ദേശം ഉൾക്കൊള്ളുവാൻ എത്ര പേർക്ക് സാധിക്കുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു രക്ഷിതാവാണെന്ന് എത്ര ക്രൈസ്തവര് മനസ്സിലാക്കിയിട്ടുണ്ട്? യേശു രക്ഷിതാവാണെന്ന് ക്രിസ്തുമസ് ആഘോഷിക്കുന്ന എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട്? ഇല്ല. മനസ്സിലാക്കിയിരുന്നെങ്കിൽ കാണുന്നിടത്തൊക്കെ പോയി കൈകൂപ്പി ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്നിങ്ങനെ ഭിക്ഷയാചിക്കുന്നത് പോലെ പ്രാർത്ഥിക്കയില്ലായിരുന്നു. അപ്പോൾ അതിന്റെ അർത്ഥം എന്താ? യേശു രക്ഷിതാവായിട്ട് അവർ കണ്ടിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ പറയാം, യേശു ഒരു മതസ്ഥാപകനല്ല. അവിടുന്ന് ഒരു മതം സ്ഥാപിക്കാൻ ഈ ലോകത്തിലേക്ക് വന്നതല്ല. അവിടുന്ന് എന്തിനു വന്നു എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് നീ അവന് യേശുവെന്ന് പേരിടയണം. ദൈവത്തിന് സ്തോത്രം. പാപത്തിന്റെ നടുക്കയത്തിൽ അകപ്പെട്ട് പാപത്തിന്റെ അനന്തര ഫലമായ നിത്യ നരകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്ന രക്ഷിതാവാണ് യേശുവെന്ന ഈ ക്രിസ്തു. അവിടുന്ന് സക്കായിയുടെ വീട്ടിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. കാണാതെ പോയതിനെ തെരഞ്ഞു രക്ഷിപ്പാൻ. ആരാണ് കാണാതെ പോയത്? തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നാം എല്ലാവരും ആടുകളെ പോലെ കാണാതെ പോയിരുന്നു, നാം ഓരോരുത്തരും താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു എന്നാണ്. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വിട്ടകന്ന് പാപത്തിന്റെ ഫലമായി നിത്യന്യായ വിധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യവർഗത്തെ തിരഞ്ഞു രക്ഷിക്കുവാൻ ഈ ലോകത്തിലേക്ക് വന്ന ഏക രക്ഷിതാവാണ് ഈ കർത്താവായ യേശു ക്രിസ്തു. അവിടുന്നല്ലാതെ വേറെയൊരു രക്ഷിതാവില്ല. പത്രോസ് തന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? ക്രിസ്തുവും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാപത്തെ ചുമന്ന് ക്രൂശിൽ മരിച്ചു, ദൈവത്തോട് നമ്മെ അടുപ്പിച്ചു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ മരിച്ചതിനാൽ ദൈവത്തിങ്കിൽ അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിച്ച് ദൈവത്തോട് നിരപ്പിച്ചു. അതാണ് ഒരു രക്ഷിതാവ് ചെയ്യുന്നത്. ആ രക്ഷിതാവിനെ നോക്കിക്കൊണ്ട് പത്രോസ് വിളിച്ചു പറയുകയാ, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെയൊരു നാമവുമില്ല. ഇന്ന് രാത്രിയിൽ അവരെങ്ങനെയുള്ളവനെയാണ് കണ്ടെത്തിയത്? രക്ഷിതാവിനെ കണ്ടെത്തി. ഈ രാത്രിയിൽ ഈ ഓഡിറ്റോറിയത്തിൽ പരിസരങ്ങളിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ ഞാൻ ഇവിടെ ഓർപ്പിക്കട്ടെ, നിങ്ങൾ സാക്ഷാൽ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്ന
ആഗ്രഹിക്കുന്നെങ്കിൽ ഇവനെ കണ്ടെത്തണം. നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തണം. നിങ്ങൾ ന്യായപ്രമാണ പ്രകാരം, പ്രവാചക പുസ്തക പ്രകാരം ലോകത്തിലേക്ക് വന്നവനെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ക്രിസ്തുവിനെ കണ്ടെത്തണം. നിങ്ങൾ പാപപരിഹാരകനെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ക്രിസ്തുവിനെ കണ്ടെത്തണം. നിങ്ങൾ രക്ഷിതാവിനെ കണ്ടെത്താൻ ഇന്നു രാത്രി ആഗ്രഹിക്കുന്നെങ്കിൽ ക്രിസ്തുവിനെ കണ്ടെത്തണം. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു. രണ്ടാമത്തെ കണ്ടെത്തലിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുന്നു. രണ്ടാമത്തെ കണ്ടെത്തൽ അതിന്റെ 38 വാക്യത്തിലുണ്ട്. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ടു എന്നാണ്. ക്രിസ്തു അവരെ കണ്ടു. ക്രിസ്തു ആരെ കണ്ടു? അന്ത്രയാസിനെയും യോഹന്നാനെയും കണ്ടു. വാസ്തവത്തിൽ ക്രമപ്രകാരവും, കേൾക്കണം, വ്യവസ്ഥ പ്രകാരവും ആദ്യത്തെ കണ്ടെത്തലായി പറയേണ്ടത് 38 വാക്യത്തിലെ കണ്ടെത്തലാണ്. ക്രിസ്തുവാണ് ആദ്യം ഇവരെ കണ്ടെത്തുന്നത്. അതിനുശേഷമാണ് ഇവർ ക്രിസ്തുവിനെ കണ്ടെത്തുന്നത്. ഞാൻ ഇന്നിങ്ങനെ പറയട്ടെ, ക്രിസ്തു നമ്മെ കണ്ടെത്തിയത് കൊണ്ടാണ് നമുക്ക് ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിച്ചത്. ക്രിസ്തു നമ്മെ കണ്ടെത്തിയില്ലെങ്കിൽ നമുക്ക് ക്രിസ്തുവിനെ കാണുവാൻ സാധ്യമല്ല. അപ്പോൾ ആദ്യം കണ്ടെത്തിയത് നമ്മളല്ല, ക്രിസ്തുവാണ് നമ്മളെ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാവുന്ന 2 വാക്യങ്ങൾ എന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ തെരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിൽ ക്രിസ്തു പറയുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്നത് ഇങ്ങനെയാ: നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. അപ്പൊ തെരഞ്ഞെടുപ്പ് ആദ്യം നടത്തിയത് നമ്മളല്ല, ക്രിസ്തുവാണ്. ക്രിസ്തു നമ്മെ തെരഞ്ഞെടുത്തു. അയോഗ്യരായവരെ ക്രിസ്തു തെരഞ്ഞെടുത്തു. ക്രിസ്തുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടതുകൊണ്ടാണ് ക്രിസ്തുവിനെ നമുക്ക് തെരഞ്ഞെടുക്കാൻ കഴിഞ്ഞത്. ഇതുപോലെ ബന്ധപ്പെടുത്തി പറയാവുന്ന മറ്റൊരു വാക്യമാണ് വിശുദ്ധ യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചു എന്നാണ്. നാം ക്രിസ്തുവിനെ സ്നേഹിച്ചതല്ല, അവിടുന്ന് നമ്മെ സ്നേഹിച്ചതാണ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കട്ടെ, അവിടുന്ന് നമ്മെ തെരഞ്ഞെടുത്തതാണ്, അവിടുന്ന് നമ്മെ സ്നേഹിച്ചതാണ്, അവിടുന്ന് നമ്മെ കണ്ടെത്തിയതാണ്. ക്രെഡിറ്റ് മുഴുവൻ ക്രിസ്തുവിന്. അവിടുന്ന് നമ്മെ കണ്ടെത്തി. അവിടുന്ന് നമ്മെ കണ്ടെത്തിയത് കൊണ്ടാണ് നമുക്ക് ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഇടവന്നത്. ഇവിടെ എന്താ വായിക്കുന്നത്? അവർ പിന്നാലെ വരുന്നത് യേശു കണ്ടു. എങ്ങനെ കണ്ടെന്നാ എഴുതിയിരിക്കുന്നത്? അത് വളരെ രസകരമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. 38-ാം വാക്യത്തിൽ യേശു തിരിഞ്ഞ്. യേശു തിരിയും കേട്ടോ, യേശു തിരിയും. പക്ഷെ യേശു തിരിയണമെങ്കിൽ ആവശ്യക്കാരനാണോ അല്ലയോ എന്നറിഞ്ഞിട്ട് വെറുതെ ഒന്നും യേശു തിരിയേല. യേശു തിരിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവർ വളരെ ആവലോടെ ദാഹത്തോട് യോഹന്നാൻ സ്നാപകന്റെ വാക്കുകൾ കേട്ട് ക്രിസ്തുവിനെ കാണുവാൻ കടന്നു ചെല്ലുമ്പോൾ യേശു തിരിഞ്ഞു. യേശു അവർക്ക് അനുകൂലമായി. ക്രിസ്തു അങ്ങനെയുള്ളവനാ കേട്ടോ, ക്രിസ്തു അങ്ങനെയുള്ളവനാ. യെരിഹോ എന്ന് പറയുന്ന സ്ഥലത്ത്, കേൾക്കണം, കേട്ടോണ്ടിരിക്കുക, യെരിഹോ എന്ന സ്ഥലത്ത് ബർത്തിമായി എന്ന് പറയുന്ന ഒരു ഭിക്ഷക്കാരൻ, കുരുടന്, അവൻ ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുക ദീർഘകാലമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശുവും ശിഷ്യന്മാരും പുരുഷാരവും ആ വഴിയിലൂടെ കടന്നുപോയത്. ബഹളവും ഒച്ചപ്പാടും ഒക്കെ കേട്ടപ്പോൾ ഇവൻ ആരാണ്ടോടോ വിളിച്ചു ചോദിച്ചു, എന്നാ ഇവിടെ ബഹളവും ഒച്ചപ്പാട്? അപ്പൊ പറഞ്ഞു, നസ്രയനായ യേശു കടന്നു പോവുകയാണെന്ന് കേട്ടു. ഇവൻ കാലങ്ങളായി ഇത് കേട്ടിട്ടുണ്ട്. ഇവൻ ഒരൊറ്റ വിളിയാ. എന്താ വിളിച്ചത്? യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ കാണിക്കണമേ. നാം വായിക്കുന്നത് യേശു അവിടെ നിന്നു. ഈ രാത്രി ഒത്തിരി പറയാൻ എന്റെ മനസ്സിൽ വരുന്നുണ്ട്, വിവരിക്കാൻ നിവൃത്തിയില്ല. യേശു തിരിയുന്നവനുമാണ്, യേശു നിൽക്കുന്നവനുമാണ്. ചിലരെയൊക്കെ തിരിക്കണം, ചിലരെയൊക്കെ നിർത്തണം. എന്നാൽ യേശു തിരിക്കണ്ട, യേശു തിരിഞ്ഞോളൂ. യേശുവിനെ നിർത്തണ്ട, യേശു നിന്നോളൂ.
നിലവിളിയുടെ മുൻപിൽ നിൽക്കുന്ന ഒരു യേശുവിനെയും കൂടിയാണ് ഈ ദിവസങ്ങളിൽ 93-ാമത്തെ കൺവെൻഷനിൽ പുനലൂരിലെ ഗോസ്ബൽ ഹാളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന്റെ കണ്ണുനീരിന്റെ മുൻപിൽ, അവന്റെ നിലവിളിയുടെ മുൻപിൽ നിൽക്കുന്ന ഒരു യേശു ഇന്ന് രാത്രി